കേരളത്തിലെ കോൺഗ്രസ്സുകാർ വലിയ അമിത പ്രതീക്ഷയിലാണ്. ഒപ്പം അഹങ്കാരത്തിനും കുറവില്ല. കോൺഗ്രസ്സുകാർക്ക് ഈ തുടർച്ചയായി നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ വിജയമുണ്ടായി. പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലും പാലക്കാടും പിന്നീട് നിലമ്പൂരിലുമൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉണ്ടാക്കി വെച്ച ഒരു വിനയുണ്ടായി. അതൊരല്പം ക്ഷീണമുണ്ടാക്കി. അത് കഴിഞ്ഞ് പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള വിജയത്തിലേക്ക് കടക്കുകയും ചെയ്തു. ഇത് അവരിൽ വലിയൊരു അമിത പ്രതീക്ഷയാണ് 2026 ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കോൺഗ്രസ്സുകാരിൽ പൊതുവെ അങ്ങനെയാണ്. ആ അമിത പ്രതീക്ഷയും കിട്ടുമെന്നുറപ്പാണെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാവരുടെയും കണ്ണ് കസേരയിലേക്കായിരിക്കും. അതോടുകൂടി അതിനകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. 26 കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിൽ നിന്ന് പോയിരിക്കുന്ന MP-മാരിൽ പലരും നിയമസഭയിലേക്ക് മത്സരിക്കാനായിട്ട് ഇപ്പം കച്ച കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. 18 പേരാണല്ലോ UDF-ൽ നിന്നുള്ളത്. ഒന്ന് CPM ആയിപ്പോയി, ഒന്ന് BJPക്ക്. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് മടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും അറിയാം, ഇനി കേന്ദ്രത്തിൽ നിന്നിട്ട് യാതൊരു കാര്യവുമില്ല. ദേശീയ തലത്തിൽ കോൺഗ്രസ് അപ്രസക്തമായി. നമുക്കറിയാമല്ലോ, 2019 കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ എന്തോ അഖിലേന്ത്യാ നേതാവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മത്സരിച്ച് അങ്ങോട്ടേക്ക് പോയി. എന്തിനാണ്? 19 രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും, അപ്പോൾ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈയാളുന്ന കേന്ദ്രമന്ത്രിയാകാം എന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. പോയ അതേ സ്പീഡിൽ തന്നെ അടുത്ത വണ്ടിക്ക് തിരികെ എത്തുകയും ചെയ്തു. അവിടെ രക്ഷയില്ല, കാലാവസ്ഥ മാറി, ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്ക വേണ്ട എന്നുള്ളത് കൊണ്ടാണ് തിരികെ വന്നു. MP സ്ഥാനമൊക്കെ കളഞ്ഞ് തിരികെ കേരളത്തിൽ സജീവമായി. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന കാര്യങ്ങൾ മാറിയിരിക്കുന്ന അവസരത്തിൽ കോൺഗ്രസ്സുകാരും ഇത് തന്നെയാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഈ കേന്ദ്രത്തിലെ അവിടെ പാർലമെൻറ്റിൽ MP ആയിരിക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെന്ന് പറയുന്നവരെല്ലാം മുതിർന്നവരാണല്ലോ. അടൂർ പ്രകാശുണ്ട്, ആൻ്റോ ആൻ്റണി, ബെന്നി ബെഹനാൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇങ്ങനെ നീളുന്നു ആ പട്ടിക. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ്, അധികാരം ഇല്ലാതിരിക്കാൻ പറ്റത്തില്ലാത്ത ഒരു MP ആണ്. അപ്പോൾ ഇവർക്കൊക്കെ ഇങ്ങോട്ടേക്ക് വന്ന് മത്സരിക്കണമെന്ന് താല്പര്യം. പിന്നെ KC വേണുഗോപാലും ഉണ്ട്, അദ്ദേഹവും ആലപ്പുഴയിൽ നിന്ന് ജയിച്ചതാണ്. അപ്പോൾ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ഈ MP-മാർക്ക് കേരളത്തിലേക്ക് തന്നെയാണ് ശ്രദ്ധ. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് KC വേണുഗോപാൽ അവിടുത്തെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെ കേരളത്തിലെ കാര്യങ്ങൾക്ക് അഭിപ്രായം പറഞ്ഞുകൊണ്ട് നടന്ന ആളാണ്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേന്ദ്രം എല്ലാവർക്കും ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അത് വേണുഗോപാൽ ഇടപെട്ട് തന്നെയാണ് ചെയ്തത്. MP-മാരാരും മത്സരിക്കാൻ ഇറങ്ങണ്ട എന്ന്. മത്സരിക്കാൻ ഇറങ്ങണമെങ്കിൽ അല്പം സാധ്യത കൊടുക്കേണ്ടത് അടൂർ പ്രകാശിനാണ്. കാരണം അടൂർ പ്രകാശ് UDF-ൻ്റെ കൺവീനർ കൂടിയാണ്. അപ്പോൾ അടൂർ പ്രകാശിന് കൊടുത്താൽ അവർക്ക് അവരുടെ ആ മണ്ഡലം തിരിച്ചു പിടിക്കുകയും ചെയ്യാവുന്നതാണ്, കോന്നി മണ്ഡലം. അതുപോലും കൊടുക്കുമോ എന്ന് സംശയമാണ്. കാരണം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തവരെല്ലാവരും ഇതിനു വേണ്ടി വാദിക്കും. അങ്ങനെ KC വേണുഗോപാൽ ആർക്കും കൊടുക്കണ്ട എന്നങ്ങ് പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇവരൊക്കെ ഇവിടെ മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ, UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്കെല്ലാം മന്ത്രിമാരുമാകണം. കൊടിക്കുന്നിൽ സുരേഷ് 8 തവണയായിട്ട് പാർലമെൻറ്റിൽ പോകുന്ന ആൾ ഇവിടെ ജയിച്ചു വന്ന് കഴിയുമ്പോൾ മന്ത്രിസ്ഥാനം കൊടുക്കണ്ടേ? രാജ്മോഹൻ ഉണ്ണിത്താൻ കൊടുക്കണ്ടേ? ആൻ്റോ ആൻ്റണിക്ക് കൊടുക്കണ്ടേ? അടൂർ പ്രകാശിന് കൊടുക്കണ്ടേ? പിന്നെ അങ്ങനെ പോവുകയാണ്. പിന്നെ ഘടകകക്ഷികൾക്കെല്ലാം കൂടെ കൊടുത്തു കഴിയുമ്പോൾ പിന്നെ മന്ത്രിമാർ ഇപ്പോൾ ഉള്ളതിന് ഇരട്ടിയാകേണ്ടി വരത്തില്ലേ? അതുകൊണ്ടാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്, ഹൈക്കമാൻഡ് പറഞ്ഞിരിക്കുന്നത്, ആരും മത്സരിക്കാനായിട്ട് തയ്യാറെടുക്കണ്ട. അല്ലാതെ തന്നെ ഇവിടെ കെട്ടുകണക്കിന് കിടക്കുകയാണ് നമ്മുടെ സ്ഥാനാർത്ഥികൾ കോൺഗ്രസ്സിൽ. ആ സാഹചര്യത്തിൽ ഇത് KC വേണുഗോപാലിൻ്റെ ഒരു തന്ത്രപൂർവമായ കളിയാണ്.
നമുക്കറിയാം, കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടി ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയാകാനും ഇതേപോലെ പ്രതീക്ഷയോടുകൂടി നിരവധി പേരാണ് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത്. വി ഡി സതീശനെ പോലുള്ളവർ രാവും പകലും അധ്വാനിക്കുകയാണ്. രമേശ് ചെന്നിത്തല ശബരിമലയുടെ വിഷയത്തിൽ തന്നെ വളരെയധികം കാര്യങ്ങളിൽ ഗവേഷണം നടത്തുന്നു, പഠനം നടത്തി പല തെളിവുകളും കൊണ്ടുവന്ന് അന്വേഷണ കമ്മീഷന് മുന്നിൽ മുമ്പോട്ട് വയ്ക്കുന്നു. അതൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്തും മികച്ച പ്രകടനം തന്നെയാണ് കാണിച്ചത്. സ്പ്രിംഗ്ലർ വിവാദമൊക്കെ കൊണ്ടുവന്നത് അദ്ദേഹമല്ലേ. അപ്പം അദ്ദേഹവും മുഖ്യമന്ത്രിയാകാൻ സർവ്വതാ യോഗ്യനാണ്. വി ഡി സതീശൻ അതിനും മുന്നേ നിൽക്കുകയാണ്. അദ്ദേഹം 100-ലധികം സീറ്റുകൾ UDF കേരളത്തിൽ നേടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അത് എത്രയെങ്കിലും ആകട്ടെ. അപ്പോൾ വി ഡി സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്. അപ്പം എന്തായാലും കലഹം ഇവിടെ മൂർച്ഛിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ സമയത്ത് ചെയ്യാൻ പോകുന്നത് KC വേണുഗോപാൽ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോരും, ഹൈക്കമാൻഡ് ഇങ്ങോട്ടേക്ക് വിടും. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഏതെങ്കിലും കോൺഗ്രസിൻ്റെ സുരക്ഷിതമായിട്ടുള്ള നിയമസഭാ മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിക്കും. 6 മാസത്തിനകം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചാൽ മതിയല്ലോ. അപ്പോൾ വളരെ സുരക്ഷിതമായിട്ടുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസ് MLA കൊണ്ട് രാജിവെപ്പിച്ചിട്ട് അവിടെ നിന്ന് മത്സരിച്ച് KC വേണുഗോപാൽ കേരളത്തിൽ 5 വർഷം തുടരും. KC വേണുഗോപാലിന് അറിയാൻ കാര്യങ്ങൾ. ഡൽഹി കിടക്കുന്നത് കൊണ്ട് അവിടുത്തെ ഓരോ ചലനങ്ങളും അറിയുന്നുണ്ട്. കാരണം അവിടെ കോൺഗ്രസ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ബീഹാറിലെ വലിയ തകർച്ച, പിന്നെ കേരളത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നു. 2026 കിട്ടിയെങ്കിലായി. ഇനി അതിശക്തമായ ത്രികോണ മത്സരം പലയിടത്തും പിണറായി വിജയൻ ഒപ്പിക്കും. അങ്ങനെ അതിശക്തമായ ത്രികോണ മത്സരം ഒപ്പിക്കുമ്പോൾ അത് അവർക്ക് അനുകൂലമായി മാറുമോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ എവിടെയെല്ലാം BJP സീറ്റ് പിടിക്കുന്നുണ്ടോ അത് പ്രധാനമായിട്ടും UDFന് ജയിച്ചു വരാവുന്ന കോട്ടകളിലായിരിക്കും BJPയുടെ നേട്ടവും. അപ്പോൾ നഷ്ടം ആർക്കാണ്? കോൺഗ്രസ്സിന് തന്നെയാണ് നഷ്ടം. അപ്പോൾ കോൺഗ്രസ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം അവർക്ക് ആഹ്ലാദത്തിനുള്ള നിമിഷമല്ല, മറിച്ച് ഇനിയും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഇല്ലെങ്കിൽ കോൺഗ്രസ് വലിയ അപകടത്തിലേക്കായിരിക്കും നീങ്ങുന്നത്. ആ അപകട കാര്യങ്ങളൊക്കെ മണത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ ഇവിടെ ഇവരെ കൊണ്ട് പണി ചെയ്യിച്ചിട്ട് സമയമാകുമ്പോൾ എന്തു ചെയ്യും, ഇത് അധികാരമേൽക്കാനായിട്ട് KC വേണുഗോപാൽ എത്തുകയും ചെയ്യും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.